നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെടും അല്ലേ? ആ, ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമല്ലേ? ഇത് സമയം ഏകദേശം വൈകുന്നേരമായി. പിള്ളേർ പറയുന്നു ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചോറ് എന്ന് പറഞ്ഞു. അന്നാ ഒട്ടും സമയം കളയട്ട, ഒരു ലെമൺ റൈസ് ആകുമ്പോൾ കറിയൊന്നും വേണ്ട, നല്ലൊരു രുചിയുമാണ്. ആ റൈസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എന്നാ ഇതേപോലെ ഒരു പാത്രം ബിരിയാണി അരി, ഇത് ഏകദേശം ഒരു 1/2 കിലോ കാണും. ഇത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിനകത്ത് തന്നെ ഇട്ടേക്കാം. കുതിര ഞാൻ എടുത്തിരിക്കുന്ന ബിരിയാണി അരി ഇപ്പം നീളമുള്ള ബിരിയാണി അരി. പിന്നെ നമുക്ക് കൈമായോ ജീരകശാലയോ ഏത് വേണേലും ഈ ലെമൺ റൈസിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഒരു 2 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകിയിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചാൽ വെക്കുക. ഇത് വിട്ടിരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കാം. നമുക്ക് ഈ ലെമൺ റൈസ് വെക്കുമ്പോഴത്തേക്കും അത് കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു പാത്രം അങ്ങോട്ട് വെക്കുക. ഇതേപോലെ ഒരു കുഴുവുള്ള ചീനച്ചട്ടി ആദ്യമേ തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങോട്ട് വെക്കാം. ഈ ചീനച്ചട്ടി ചൂടായ ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഓയിലോ അതുപോലെ തന്നെ നെയ്യോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പം ഓയിലല്ല, ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇഞ്ചി അരച്ച് വെച്ചിരിക്കുന്നത് അതും ഇളക്കി. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇത് പരിപ്പാണ്, ആ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പരിപ്പ് വലിയ പരിപ്പാണ്, ചെറിയ പരിപ്പാണെങ്കിലും ഇടാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കപ്പലണ്ടി, ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാണും. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാമെന്ന് കേട്ടോ, ഞാനിപ്പോൾ അളവൊന്നും പറയുന്നില്ല, കുറച്ച് ഇട്ടെന്നേ ഉള്ളൂ. ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ ആ ലെമൺ റൈസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇട്ട് ഇളക്കി, ഈ കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി കേട്ടോ. അപ്പോൾ ഈ പരിപ്പും ഉഴുന്നും ഒക്കെ ഒന്ന് മൂക്കണം. അപ്പോൾ ഇതെങ്ങനെ ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം പച്ചമുളകൊക്കെ ഇച്ചിരി എരിവ് മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില, ഇതേപോലെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഇന്നോടൊന്ന് ഇളക്കി. പച്ചമുളകിന് പകരമായിട്ട് പച്ചമുളകില്ലേ അത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം നമ്മളെ ബിരിയാണി അരിയൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റിക്കളയും. ഇപ്പം നമ്മളെ ബിരിയാണി അരിയുടെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇത് വിട്ടിരിക്കട്ടെ. ഇപ്പം നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിരിക്കുക. തീ കൂട്ടി വെക്കല്ലേ, ചെറിയ തീ വേണം നമുക്കിത് റെഡിയാക്കിയത്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് അത്ര മതി. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ ചോറിൻ്റെ ഒരു മഞ്ഞ കളർ കിട്ടും. നമുക്കതുകൊണ്ടാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അരി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ അരി, ഇപ്പോൾ ഇത് ചോറല്ലല്ലോ, ഇപ്പോൾ ഇത് അരിയാണ്. ഇതിൻ്റെ അകത്തിട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ അരി എടുത്തിരുന്ന ഈ പാത്രത്തിന്, ഏത് പാത്രത്തിന് അരി എടുത്തോ ആ പാത്രത്തിന് തന്നെ വെള്ളം അളന്നെടുക്കുക. ഇതൊരു പാത്രം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1/2 പാത്രം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓരോ അരിക്കും ഓരോ വേവായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഇച്ചിരി ഇടാം, ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഉപ്പ് പൊടി. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നടച്ചു വെക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഞാൻ തീ ഒന്ന് കൂട്ടി വെക്കട്ടെ. ഈ രീതി ചെയ്യാൻ വശമില്ലാത്തവർ നിങ്ങൾ ചോറ് വേറെ വേവിച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തപോലെ എണ്ണയ്ക്കകത്തോട്ട് കടുക് പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ വഴറ്റിയിട്ട്
ചോറ് അതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കിയെടുത്താലും മതി. അങ്ങനെ ചെയ്യാം കേട്ടോ. അത് അറിയാൻ പറ്റവർക്ക് കൊണ്ട് പറഞ്ഞാണ്. പക്ഷേ ഈ രീതി ചെയ്യുമ്പോഴത്തേക്കാണ് ആ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. എന്നാലും ശരി, ഇതൊന്ന് വേകട്ടെ. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം ചോറ് വെന്തിട്ടില്ല ആണോ? നമുക്ക് കാണുമ്പോഴേ അറിയാം വെന്തിട്ടില്ല. ചോറ് വേകുമ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം പറ്റും. അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ നടച്ചു വെക്കുകയാണ്. ആ ചോറ് വേകുമ്പോഴത്തേക്ക് ആ വെള്ളം കൂടെ പറ്റും. അല്പസമയം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം തീ ഒരു മീഡിയം രീതിയിലാക്കണം. അപ്പോൾ കുറച്ച് സമയമായി, നമുക്ക് നോക്കാം ചോറൊക്കെ വെന്താന്ന്. നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നോക്കണം. ചോറ് വേകുകയും ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ നാരങ്ങ അല്ലേ. നമ്മൾ ലെമൺ റൈസാണ് ചെയ്യുന്നത്. അപ്പം ലെമണ് വളരെ പ്രാധാന്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു നാരങ്ങ മതി. നീരനുസരിച്ച് ഒരെണ്ണം ചേർക്കുക. നീര് കുറവാണ് 2 ചേർക്കുക. അങ്ങോട്ട് മുറിച്ച് ഇത് നിൽക്കും. ഇതേപോലെ അങ്ങോട്ട് നീരങ്ങോട്ട് വീഴട്ടെ. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങ ആവശ്യത്തിന് ചേർക്കാമെന്ന് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനങ്ങ് ചേർക്കാം. ഞാൻ ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ 2 വേണേലും പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ റൈസ് വെന്തോന്നും നോക്കണം, ഉപ്പും നോക്കണം. ഒരല്പം എടുത്ത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം. കണ്ടോ, ചോറൊക്കെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരല്പം എടുത്ത് കഴിച്ച് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിൽ ചേർക്കാവുന്നതാണ്. കുട്ടികളുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരല്പം കുരുമുളകൊക്കെ ചതച്ചങ്ങോട്ട് ഇട്ടാലും നല്ലതാണ് കേട്ടോ. മുതിർന്നവർക്കാകുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാകുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ. കാര്യം എരിവ് ഉള്ളതുകൊണ്ട് അവർ കഴിക്കത്തില്ല. ചോറൊക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് അടുപ്പം നടത്താം. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ രണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ലഞ്ച് ബോക്സിൻ്റെ അകത്ത് കൊടുത്തു വിടാൻ ഒക്കെ പറ്റിയ അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഈ ചോറൊക്കെ. പിള്ളേർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രുചികരമായ ഒരു ലെമൺ റൈസാണിത്. ഷെഫ്ല വാ. എന്നിട്ട് ഷെഫ്ല പറയണ കാര്യം എന്നറിയോ, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇതേ രീതി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ നോക്കിക്കേ. ആ കഴി ഇച്ചിരി ലൂബിക്ക അച്ചാറും ലെമൺ റൈസും. ആഹാ, ലൂബിക്ക അച്ചാറെന്ന് ഞങ്ങളവിടെയൊക്കെ പറയും. പലയിടത്തും ഓരോരിക്കാന്നൊക്കെ പറയും. അങ്ങനത്തെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മളോട് പലരും ചോദിച്ചില്ലേ ലൂബിക്ക അച്ചാർ വേണോ എന്നൊക്കെ. വേണമെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് എടുത്ത് നോക്കട്ടെ. ആ കഴിച്ചു അല്ലേ, നമ്മളുണ്ടായി ലെമൺ റൈസ് പഴയ ടേസ്റ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. കഴിച്ചു നോക്കേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടും അല്ലേ? ആ, തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. നല്ല രുചിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് നല്ല ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മോൻ ചോദിച്ച പോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോറുണ്ടാക്കി തരാൻ പറ്റും. എന്നാ കഴിക്കും. ഇച്ചിരി അച്ചാറും കൂടെ ഒന്ന് കൂട്ടി തിന്നട്ടെ. കഴിക്കും കേട്ടോ. നമ്മുടെ ലൂബിക്ക അച്ചാറല്ലേ, ലൂബിക്ക അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് അല്ലേ, ഇവിടെ അങ്ങോട്ട് തിന്നാം അല്ലേ. ലൂബിക്ക അച്ചാറുമായിട്ട് ഇന്നിട്ട് എന്നാ ടേസ്റ്റ് അവസിച്ച സത്യമായിട്ടും നേരെ നല്ല രുചിയുണ്ട് കേട്ടോ. കേട്ടോ അത്യാവശ്യം ഇത് റെഡി ആക്കിക്കൊണ്ട് പറയാല്ല കേട്ടോ. പക്ഷേ സൂപ്പറാട്ടോ. ഞാനും അങ്ങ് തിന്നു കേട്ടോ. അല്ല ഇത് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അല്ലേ. അല്ലേ, ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളും ഇച്ചിരി അരി മേടിച്ച് ലെമൺ റൈസ് വെച്ച് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറെ ഐറ്റമായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.